നിന്റെ ശുഭർശന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ മനസ്സിലൊരു ധാരണ നീ അല്ലെങ്കിൽ വിഷയം നടക്കണ്ടാന്ന്. നടക്കോ ഇല്ലെന്ന് അവിടെ ഇരുന്ന് നോക്ക്. നീ പറഞ്ഞു ഞങ്ങളുടെ പാട്ടുകളിൽ നിന്ന് പോയി എന്താണ് കാര്യം പറഞ്ഞ മനസ്സിലാകത്ത്? സമതത്തിൽ പറഞ്ഞ മനസ്സിലാക്കുക. എന്താ ചൂടാകേണ്ട സമയത്ത് ആടിയ വെട്ടിപ്പൊളിച്ചുകൊണ്ട് ആ ലാരി കടമിക്കൊണ്ട് പുഴ പടച്ചുകൊണ്ട് അതാണ് പിന്നെ വണ്ടി ചോറിലെ ആ ചോറിന്റെ കാര്യമില്ല. പറഞ്ഞത് മനസ്സിലാക്കാനുള്ള വിവേകവും തന്റെ നിൽക്കില്ലാന്ന്. നിന്നെ പിച്ചയ്ക്ക് പോകാനോ പെരുവഴി പോകാൻ പറഞ്ഞതല്ല. അപ്പം കൂടി പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? നിന്റെ പുരാതനമായ പെരിയിളക്കണം പറഞ്ഞതിന്റെ അടുത്ത് കഴിഞ്ഞ വർഷം എന്നെ കാണുന്ന സമയത്ത് ആ പെരിയിളക്കില്ലേ, നീ വിവരമുള്ളവരുടെ പെരിയിളക്കും ഇളക്കിയപ്പോ എങ്ങനെയുണ്ടാവും? മുച്ചനും പെരിച്ചാലും കിട്ടും പറഞ്ഞിട്ടാണ് ആരെങ്കിലും പെരിഞ്ഞ് കിടക്കുന്നത്. പണിയെ പെരി ഇളക്കിയാ പോരാ, പുതിയതൊന്ന് വെച്ച് കിടണ്ടേ? ചെറുതാണെങ്കിലും ഒന്ന് വേണ്ടേ? തറകളിക്കും പറഞ്ഞ വാക്ക് തറകളിക്കുന്നത് എത്ര വിട്ടു? ആശുപത്രി വലിയ കാര്യം തറകളിക്കിയപ്പോ ഒരു ചോര് വെച്ചോ? എത്ര വെപ്പ് വെച്ച്? എന്തായാലും നിന്റെ തീരുമാനം വളരെ കറക്റ്റാണ്. 2 വെപ്പ് വെച്ചില്ലേ? അടുത്ത തീരുമാനം എന്താണ്? ബന്ധുക്കാരന്റെ ആലത്തൂർ ആശുപത്രി കിടക്കണം. നേരെ ചോര് വെച്ചാ പോരാ, കൂട്ടിരുത്തിയോ? എന്താ കൂട്ട്? പനിയോ? പറമ്പി? മനസ്സിലായി. കഴിഞ്ഞ
പട്ടികതല്ലേ 3 പട്ടികതല്ലേ നമുക്ക് ചൊക്കിയുണ്ടല്ലേ അത് കൈ വരെ കിടക്കുന്നു. നിന്റെ പെരമനിലെ നിന്റെ കോമ്പരിയില് നിന്റെ കോമ്പരിയിൽ 2 ഈസി ചേർക്കൊണ്ട് വന്നിടുക. അതിൽ നീയും നിന്റെ ഭാര്യയും കൂടെ വന്നിരിക്കുക. ഇരിക്കുന്നതിന് നടുവേര് പഞ്ചവർണ്ണ കുരുവെട്ടി കൊണ്ട് വെക്കാം. അതിൽ നിറയെ പച്ചരി വരിക. പിത്തം പിടിച്ച് ചത്തവും ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വന്ന് കാവലിരിക്കേണ്ടി വരും. വടിയിൽ കൂടെ പോകുന്ന പിച്ചക്കാരനെ കൈകാട്ടി ഇങ്ങോട്ട് വിളിച്ച് എന്ത് കിട്ടിയാലും വാരി വരച്ചങ്ങോട്ട് കൊടുത്താൽ ഇരിക്കുന്നവരും പറയും ഞങ്ങൾ മണപ്പുറത്ത് മുഴുവനും പറയും. തത്തമയുടെ മാറമ്പഴ മുരുകൻ പിച്ചക്കാരൻ മുരുകൻ മുരുകൻ പിച്ചക്കാരൻ മുരുകൻ മുരുകൻ പിച്ചക്കാരൻ മുരുകൻ പിച്ച കൊടുക്കുന്ന പേര് കളേ കരവറമുള്ള ഭാഷയൊന്നും വേണ്ട. ഞങ്ങളുടെ മലയാളം ഞങ്ങളുടെ മലയാളം
ഇത്ര നേരം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇത് മാത്രം മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ കുഞ്ഞാപ്പട കുഞ്ഞാപ്പെന്ന് പറഞ്ഞാൽ പുതുമഴ പെയ്യുമ്പോ ഡാമിന്റെ മുകളിൽ കൂടെ വെള്ളങ്ങട്ട് അടിച്ചങ്ങട്ട് ഇതിനെ പോത്തുണ്ട്. ഡാമിന്റെ മുകളിൽ കൂടെ അരിച്ചു വരുന്ന സാധനം ഇവിടെ ഹെലികോപ്റ്ററിലൊന്നും വരില്ല, ഇവിടെ അരിച്ചെന്നെ വരുള്ളൂ. നീ പറഞ്ഞത് കുഞ്ഞാമ്മ, ആ പെൺകുട്ടി പറഞ്ഞത് കുഞ്ഞമ്മ. ഈ കുഞ്ഞമ്മ പറഞ്ഞത് ചെറിയമ്മ. എന്താ ചെറിയ ആമ ഞാൻ കൊണ്ട് തരകി നിന്നെപ്പോലെ അന്തിയും പറഞ്ഞ് നീ കേൾക്കാൻ പോളാണ്. എടാ ചെറിയ ആമയല്ല, ചെറിയ അമ്മ എന്ന് പറഞ്ഞ ആളെ ഈ പെൺകുട്ടി അമ്മന്റെ കളയുണ്ട്. ചെറിയമ്മ നമ്മെന്തെങ്കിലും പഴക്കി നമുക്കുണ്ട്. സന്തോഷം പറയുന്നു ഞങ്ങളുടെ മര്യാദ.
6 മാസക്കാലമായി ഞാനും എന്റെ ഭാര്യയും വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്. ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ കാരണക്കാരായ നിങ്ങളാണ്. അതിന് നന്ദി, സ്നേഹവും കടപ്പാടും എന്നും നിങ്ങളോടൊപ്പം നിങ്ങൾ അല്പം മാറി. എടി പൊട്ടിപ്പണ്ണേ, പുളിമരത്തെ ചക്ക കഴിക്കും. അപ്പൊ അതെന്ത് ചക്ക?
എന്താ മുരുകച്ച നമ്മുടെ സ്വാമിനാഥന്റെ ചുണ്ടും ചിരി ഭരിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ചക്ക ബസ് ഓട്ടിട്ട് ഓ ചക്ക കണ്ടത് കപ്പി തിന്നു. അല്ല ക്ലാസ് എത്തൊന്നും പറഞ്ഞ ഇവനായിട്ട് എന്താ വഴി പറഞ്ഞു കൊടുക്കും. ചെറിയ മണ്ണ് കെട്ടങ്ങൾ തേക്കാച്ചാൽ മതി, നന്നായിരിക്കും കേട്ടോ. 6 മാസക്കാലം ഞാനും എന്റെ ഭാര്യ വേർപിരിച്ച് ജീവിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടും എന്റെ ഭാര്യന്റെ മുഖത്ത് ചെറിയൊരു പാട്ടം കാണും. അവൾക്ക് പച്ചമാവ് കിട്ടാതെ, പച്ചമാവ് കിട്ടാതെ ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യക്ക് പച്ചമാവ് കിട്ടിയിട്ട് അങ്ങനെ പരാതി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ പോകുന്നത് അതെ, അവിടെ പോയി 2 സെന്റ് കടം വാങ്ങി വടിയെടുത്ത് 4 പാട്ട് പാടിച്ചാണെങ്കിലും എന്റെ ഭാര്യക്ക് പച്ചമാവ് ഞാൻ അവിടെ അതെ വടിയെടുത്ത് 2 സെന്റ് കടവും വാങ്ങി എന്റെ അമ്മ പച്ചമാവ് ആ 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 പച്ചമാവ് എന്തിനൊക്കെയാ മുരുകച്ച നിങ്ങളുടെ കളിയിൽ പ്രായിക്കുന്നത്? ഒരുപാട് ഒരുപാട് പ്രായിക്കുന്നുണ്ടോ? എടി പെണ്ണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്താണ്? കുഴപ്പമില്ല, എല്ലാം നന്നായിരിക്കും. നമ്മുടെ കുട്ടി മക്കളൊക്കെ എന്ത് ചെയ്യുന്നത്? ആരും നമ്മുടെ ചാലിയ പേരെ വല്ലതും മേഞ്ഞോ? അതിനെ കുറിച്ച് 6 മാസം ഞങ്ങൾ വേർതിരിച്ചിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വീട്ടു വിഷയങ്ങൾ ഈ നായിന്റെ അടുത്ത് ചോദിച്ചിട്ടും ഈ നായ ഒന്നും പെട്ടില്ലല്ലോ. നായ എങ്ങനെ കൊണ്ടൊരു ജോപ്പാ നായ വെളിക്ക് പോയിട്ട് മഹാഭാവിയേ ആ കുളത്തിന്റെ അങ്ങോട്ട് 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 പോ. ഏത് കുളം? 7 മണി തോർത്തും കൊണ്ട് പോയി അങ്ങോട്ടടിക്ക് ഇങ്ങോട്ടടിക്ക് അങ്ങോട്ടടിക്ക് ഇങ്ങോട്ടടിക്ക് പണ്ട്. ഓ ആ കുളം. അതെ 6 മാസത്തിന് 6 മാസം ഇയാള് വെളിക്ക് പോയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇയാൾക്ക് ഇപ്പൊ എന്ത് വേണം? അതിൽ നിൽക്കാൻ എന്താ വേണ്ടത്? പോയി നേരത്ത് കുട്ടികളെ മക്കള് സുഖമായിരിക്കണ വീടെ വലിയ മേഞ്ഞോ? അങ്ങനല്ല എന്നെ കൊണ്ട് ചോദിക്കൂ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഗതികെട്ട മര്യാദക്ക് വിളിക്കാൻ 2 ഞാൻ ഞാൻ നീ അരക്കാൻ വേണ്ടി പോവാണ്. അരക്കാനെ അടുത്ത കുഴപ്പമില്ല കേട്ടാ. അതെ അതെ അതെ. അപ്പൊ കൊടുവായിരിക്കും വേണ്ട അരക്കാണ് നീ അർത്ഥോ ഇറച്ചി എല്ലാവരത്തേക്ക് മൂത്താൻ കൊടുക്ക് മാത്രം എനിക്ക് കൊണ്ട എനിക്കല്ലേ നമ്മൾ ചെറിയൊക്കെ പോയി നടക്കണ്ടേ വേണ്ടേ. മര്യാദക്ക് വിളിക്കണേ. എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിളിക്കുമ്പോൾ മര്യാദക്ക് വിളിക്കാൻ മതി. അല്ലെ ആട്ടി കൊണ്ട് പൊളിയോ. എന്റെ ഭാര്യ വിളിക്കുമ്പോ പോലെ മുരുകത്തിന് കല്യാണം കഴിഞ്ഞ ഓ ഞാനല്ല ഇവന്റെ കല്യാണത്തിന് 2500 രൂപ ബന്ധപ്പെട്ട് വന്നത്. എന്റെ മകടെ വേണം പറയണത് കുഴപ്പമില്ല. നേരം വെളുത്ത വണ്ടിന്റെ അടവാണ്. എന്റെ അടവ് എപ്പോഴാണ് കഴിയണത്? അതവരുടെ തന്ത്രം പോകാൻ പറ പാടിക്കാതെ കഴിഞ്ഞു. മുരുകത്തിന് കല്യാണം കഴിയുകയും ചെയ്തു. 2 കുട്ടികളാകുകയും ചെയ്തു. ചോദിച്ചത് മൂന്നാമത്തത് പോകാനായി എവിടേക്ക് പോണ്? പഴനിമലയ്ക്ക്. ഞാൻ അവിടേക്ക് പോകണു. അങ്ങനെ തന്നെ പോകുന്നത്. എന്റെ ഭാര്യ വിളിക്കുമ്പോ പോലെ മുരുകത്താ നേരം പെട്ടോ കൂലി അങ്ങോട്ട് കൊടുക്കാതെ പറഞ്ഞാ ഇവിടുന്ന് കിട്ടുന്ന കൂലി വൃത്തിയായി ചേച്ചിനെ കൊണ്ട് കൊടുത്ത് ആ കുടുംബം വൃത്തിയായി നോക്കി. ഈ കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. 6 മാസക്കാലമായി ഞങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കുന്നു പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങളൊന്നും മുരുകച്ച എന്റെ മനസ്സിൽ അവളുടെ പേര് ചെറിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആ സംശയത്തിന്റെ പരമാർത്ഥം അറിയാതൊന്നും ഞാൻ അവളെ ഇവിടെ വിടില്ല. ഇതിനാണ് നിങ്ങളുടെ ആവശ്യമില്ല. അതെയോ? നിന്നെ ഞാൻ എവിടേക്ക് അയച്ചത്? നിന്നെ ഞാൻ എവിടേക്ക് ദേശം നോക്കി കൂലി കൊടുക്കാൻ അയച്ചത്. നീ വരാൻ എന്താ താമസം? പരമാർത്ഥം പറയാൻ
എന്നാലും